ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ണിയുടെ സ്കൂളിലേക്ക് വന്നതാണ്. LF സ്കൂളിലേക്ക്, നഴ്സറി സ്കൂള്. അത് തൊട്ടപ്പം തന്നെ ഇത് വലിയ സ്കൂള് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഒരു സ്പെഷ്യൽ യൂണിഫോം ഉണ്ട്, അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഫീസ് നമ്മൾ ജസ്റ്റ് ഒരു അഡ്മിഷൻ പോലെ ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ദേവട്ടി പറഞ്ഞ പോലെ ബാക്കി കാശ് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കണ്ട കൈ നിറച്ച് കാശായിട്ട് പോവാണ്. അപ്പോൾ അഡ്മിഷൻ ഫീസ് UKG എത്ര LKG എത്ര എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാ നമ്മൾ വീഡിയോ കാണാൻ ആരെങ്കിലും കമൻറ്റ് ഇടണമെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. നമ്മൾ ബാലൻസ് ക്യാഷ് കൊടുക്കാൻ പോവാണ്. ദേവട്ടി 1-2 ആൾക്കാർ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ പെയിൻറ്റ് പണിയൊക്കെ നടക്കുന്നുണ്ട്. ദേവട്ടി ഞാനും കൂടി ഉള്ളിലേക്ക് പോയിട്ട് നല്ല രസമായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട് ചേട്ടൻ. ഇവിടെ പുറത്ത് മുന്നേ കണ്ട പോലെ നല്ല രസത്തിലുള്ള ചിത്രപണികളും കാര്യങ്ങളൊക്കെ നല്ല കലാകാരന്മാരാട്ടോ അവരൊക്കെ. പിന്നീട് യൂണിഫോം വാങ്ങിച്ച് പുതിയ സിസ്റ്ററൊക്കെ കണ്ട് ഞങ്ങൾ സംസാരിച്ച് ഹാപ്പി ആയിട്ട് വരിക കേട്ടോ. ചേട്ടനെ നോട്ട് ചെയ്യുന്നുണ്ടാകുന്ന ചേട്ടൻ നല്ല രസമായിട്ട് പെയിൻറ്റിങ്ങുകൾ ചെയ്യുന്നുണ്ട്. സിംഹം, വേഴാമ്പല്, സീബ്ര, ആന, കുരങ്ങൻ, ജിറാഫ്. ഇതിൻ്റെ ഉള്ളിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ക്ലാസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സിംഹമൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് ജിറാഫുണ്ട്, വേഴാമ്പല്, കുരങ്ങൻ, ആന ഒക്കെ ഉണ്ട്. ഒരു 2 കുട്ടികൾ ഇങ്ങനെ ബലൂൺ പിടിച്ച് നിന്നിട്ട് അതിൻ്റെ മുകളിൽ മീന്ന് എഴുതിയിട്ടുണ്ട്. MECOELW വെൽക്കം എന്നാണ് കേട്ടോ. ഓക്കെ, നല്ല രസമായിട്ട് വെൽക്കം. ഇതൊക്കെ പുതിയതാട്ടോ. ഇത് കുറച്ച് പഴക്കമുണ്ടെന്നുണ്ട്. കുട്ടി നായക്കുട്ടിയുടെ അടുത്ത് കുട പിടിച്ചിരിക്കണത്. പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഒരു കുരങ്ങച്ച മരത്തിൻ്റെ മുള്ളുണ്ട്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. പിന്നെ വേറെ മരത്തിൻ്റെ മുകളിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു 3 ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത്. പിന്നെ 1 മുതൽ 6 വരെ ഒരു ആൺകുട്ടി ഇങ്ങനെ പടിപടികൾ കയറിയിട്ട് അത് അപ്പ്. പിന്നെ ഡൗൺ എന്നുകൊണ്ട് 6, 5, 4, 3, 2, 1 അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നായ ഇങ്ങനെ ഒരു പാലത്തിൽ പോകുമ്പോൾ നിഴൽ കണ്ടിട്ട് എല്ലും കഷ്ണമായിട്ട് പോകും. അപ്പോൾ ആ നിഴലിനോട് കുറയ്ക്കണതും ആ എല്ലും കഷ്ണം പോകുന്നത് അത് തന്നെയല്ലേ കഥ. വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ പറയണം കേട്ടോ. അത് ഈ കാണുന്ന പൊന്മുട്ട വരുന്ന താറാവിൻ്റെ കഥയാണ്. ഒരു കർഷകനെ കുറേ താറാവ് ഉണ്ടായിരുന്നു. അതിലൊരു ദിവസം ഒരു താറാവിൻ്റെ സ്വർണ്ണമുട്ട കിട്ടും. അങ്ങനെ കർഷകൻ കുറേ സമ്പാദിക്കും. അതിങ്ങനെ ഓരോ ദിവസം വിറ്റ് ഒരു ദിവസം ആൾക്ക് ആർത്തി വന്നിട്ട് ആ പാവം താറാവിൻ്റെ കുറേ മുട്ട സ്വർണ്ണം ഉണ്ടാവിച്ചിട്ട് അതിൻ്റെ വയറ് മുറിക്കും, അത് ചാവും. അങ്ങനെ ഗുണപാടുള്ള കഥയുണ്ട്. അത്യാഗ്രഹം ആപത്ത്. അതാണ് ഈ കഥയുടെ ചുരുക്കം. സാന്താക്ലോസ്. പിന്നെ ഇതെന്താ, ഇത് മാനാണ്. മാനെന്ത് ഇങ്ങനെ കുട്ടി റോഡ് ക്രോസ് ചെയ്ത് പോകണത് കേട്ടോ. സിഗ്നൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതൊരു പെൺകുട്ടി ബലൂണ് പിടിച്ച് നിൽക്കുന്ന ചിത്രം. നല്ല രസമുണ്ടല്ലോ. കാർട്ടൂൺ ഇതൊക്കെ നല്ല രസമായിട്ട് വരച്ചിട്ടുണ്ട്. ബോഡി ബേർഡ്സ് വരച്ചിട്ടുണ്ടല്ലോ ഇവിടെ. എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ മാന്, പുലി, ആന, ജിറാഫ്, സിംഹം, പിന്നെ വെജിറ്റബിൾസ് കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രസമായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡോറാബുച്ചി. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ദേവട്ടി അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ഞാൻ അപ്പോഴേക്കും ദേവട്ടി എത്തുമ്പോഴേക്കും ടീച്ചറാണ് സംസാരിക്കുന്നത്. എടുത്ത വീഡിയോ ചിരിച്ചിട്ട് വരുന്നുണ്ട് ഹാപ്പി ആയിട്ട്. ഹായ്, സ്കൂളിൻ്റെ ഭാഗമെടുത്താ LF നഴ്സറി സ്കൂളിലേക്ക് വന്നതായിട്ട്. ഞങ്ങൾ കോൺവെന്റ് സ്കൂളാണ്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ണിയുടെ സ്കൂളിലേക്ക് വന്നതാണ്. LF സ്കൂളിലേക്ക്, നഴ്സറി സ്കൂള്. അത് തൊട്ടപ്പം തന്നെ ഇത് വലിയ സ്കൂള് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഒരു സ്പെഷ്യൽ യൂണിഫോം ഉണ്ട്, അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഫീസ് നമ്മൾ ജസ്റ്റ് ഒരു അഡ്മിഷൻ പോലെ ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫീസ് അടയ്ക്കണമായിരുന്നു. ഫീസ് അടച്ചു. അങ്ങനെ ബുക്സ് വാങ്ങി, സ്പെഷ്യൽ യൂണിഫോം വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ആയിട്ട് പോകണം. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് 12:30 വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 11:30 എനിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് മഴ. ഞങ്ങൾ പിന്നെയും പോസ്റ്റായി. പക്ഷേ 15 മിനിറ്റ് പെയ്ത് അവസാനിച്ചു. ഇതാണ് സ്പെഷ്യൽ യൂണിഫോം. പാൻറ്റും ബനിയനാണ്. 26 ആണ് ബനിയൻ്റെ സൈസ്. 24 തന്നെയല്ലോ. 26 ഉള്ളില് യൂണിഫോം. ഇതാണോ സ്പെഷ്യൽ യൂണിഫോം? വെനസ്ഡേ ആണോ? തോന്നുന്നുണ്ട്. അത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ബുക്കിലുണ്ടാവായിരിക്കും. ടീച്ചറോട് ചോദിക്കാനും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ കുട്ടികളെ ഇപ്പോൾ ഇവർ 3 പേര് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ. അത് 3 പേര് ഷഫ്റ്റ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ മിസ്സിനെ കണ്ടു. മിസ് ഭയങ്കര വിഷമത്തിലാണ് കുട്ടികളെ ഷഫ്റ്റ് ചെയ്തിരുന്നു പറഞ്ഞു. ജസ്റ്റ് ഒന്ന് കുട്ടികളെ ഒന്ന് ഇരുത്തി നോക്കട്ടെ, എന്നിട്ട് എന്താന്ന് വെച്ചാൽ നോക്കാന്നാണ് മിസ് പറഞ്ഞത്. ഫസ്റ്റ് ഡേ ഒന്ന് ഇരിക്കട്ടെ.
അപ്പോൾ 26 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അത് ഇനി അവൾക്ക് വലിപ്പം കൂടും. അപ്പം ഞങ്ങൾ 24 ചോദിച്ചു. അപ്പോൾ പാൻറ് ചെറുതാക്കി തന്നിട്ടുണ്ട്. ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത്. പിന്നെ ഇപ്പം ഞങ്ങളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയും പോലെ ചിലപ്പോൾ കറക്റ്റിന് ആവാറുണ്ട്. സൈസ് കണ്ടോണ്ടേന്ന് വിചാരിച്ചു. അപ്പോൾ പോവല്ലേ ബുക്സ് കേട്ടാ, കുട്ടിക്കൊന്നും എടുക്കണില്ല. ഇതൊക്കെ കൊണ്ടുപോകണം. ഞാൻ നോക്കിയപ്പോൾ ബുക്ക് കൊണ്ടുപോകുന്നത് സ്കൂൾ ഡയറി ഉണ്ട്. പിന്നെ ക്യാമറ്റിന്റെ ഒരു ഇതുണ്ട്. ശരിക്കും കാണിച്ചടാ. ചേട്ടൻ നല്ല വെയിലാണ്. പിന്നെ മുഖത്തേക്ക് അടിക്കണം, ചേട്ടനെ പിന്നിക്ക് അടിക്കണം. പറഞ്ഞിട്ടില്ല നിങ്ങള് ദേവിട്ട മോദിക്ക് വെയിലടിക്കും, പിന്നിക്ക് വെയിലടിക്കും എന്നൊക്കെ പറയുന്നു. ഇപ്പൊ വെയില് കുറയിട്ടാ. അപ്പൊ ഓക്കെ ഞാൻ പോവാ. എന്തൊക്കെ എത്ര ബുക്ക് ഉണ്ട്? ബുക്ക് ഞാൻ നോക്കിയിട്ടില്ല. അത് ഉണ്ടാകാനൊന്നും ഇപ്പൊ പറ്റില്ല. എന്തായാലും വന്നിട്ട് വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ചേട്ടനുണ്ടാകുന്ന പ്രശ്നം എന്തായാലും നമ്മളോട് സപ്പോർട്ട് ചെയ്ത് കൊടുത്താലല്ലോ. സംഭവം ശരിയാണ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് പൊതിയുമ്പോൾ നിങ്ങളുടെ മുന്നേ വെച്ചിട്ട് പൊതിയാലായി വൈകിട്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. ഓക്കെ ബൈ.